പ്രിയ കൂട്ടുകാരെ, ഈ വീഡിയോയിൽ നിസ്കാരശേഷമുള്ള ദിക്റുകളും അതിൻ്റെ അർത്ഥവുമാണ് കൊടുത്തിട്ടുള്ളത്. അർത്ഥം മനസ്സിലാക്കിയുള്ള ദിക്റുകൾക്കാണ് ജീവനുണ്ടാവുക. അർത്ഥം ചിന്തിച്ചുകൊണ്ടുള്ള ദിക്റാകുമ്പോഴാണ് മനസ്സിന് ആത്മീയമായ പ്രകാശം കിട്ടുക. മനഃശാന്തിയും മനസ്സമാധാനവും അള്ളാഹുവിനേക്ക് ദിക്ർ ചൊല്ലിയാൽ ഉണ്ടാകുമെന്ന് പറയുന്നു. അത് അർത്ഥം മനസ്സിലാക്കിയുള്ള ദിക്റാകുമ്പോഴാണ് സാധ്യമാകുന്നത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ ദിക്റുകളും അതിൻ്റെ അർത്ഥവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിസ്കാരശേഷം ചൊല്ലുന്ന ദിക്റാണ് ഇനി കാണാൻ പോകുന്നത്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 3 പ്രാവശ്യം നമ്മൾ ചൊല്ലുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, മഹത്വമുള്ള അള്ളാഹുവോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. അൽ ഖദീം, അവൻ പണ്ടേയുള്ളവനാണ്. അൽ കരീം, അവൻ മാന്യനാണ്. അർ റഹീം, അവൻ കാരുണ്യവാനാണ്. അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഇലാഹില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, അവൻ അൽ ഹയ്യു, അവൻ ജീവിച്ചിരിക്കുന്നവനാണ്. അൽ ഖയ്യൂം, അവൻ എന്നെന്നും നിലനിൽക്കുന്നവനാണ്. അങ്ങനെയുള്ള അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുകയാണ്. മിൻ കുല്ലി ദംബിൻ, എല്ലാ ചെറുദോഷങ്ങളിൽ നിന്നും. വഖത്വീഅത്തിൻ, എല്ലാ വൻദോഷങ്ങളിൽ നിന്നും. വഅതൂബു ഇലൈഹി, ഞാൻ അവനിലേക്ക് ഖേദിച്ച് മടങ്ങുകയാണ്. വഅസ്അലു തൗബ, ഞാൻ അവനോട് തൗബ ചോദിക്കുകയാണ്. അല്ലാഹുമ്മ അൻതസ്സലാം, അല്ലാഹുവേ നീയാണ് രക്ഷ. വമിൻകസ്സലാം, നിൻ്റെ വക്കിൽ നിന്നാണ് രക്ഷയുണ്ടാകുന്നത്. വഇലൈക യർജിഉസ്സലാം, നിന്നിലേക്കാണ് രക്ഷ മടങ്ങുന്നത്. ഹയ്യിനാ റബ്ബനാ ബിസ്സലാം, ഹയ്യിനാ, ഞങ്ങളെ നീ അഭിവാദ്യം ചെയ്യണമേ. റബ്ബന, ഞങ്ങളുടെ നാഥ, ബിസ്സലാം, സലാം പറഞ്ഞുകൊണ്ട് രക്ഷ കൊണ്ട് ഞങ്ങളെ നീ അഭിവാദ്യം ചെയ്യണമേ. അത് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു രംഗമാണത്. സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ സലാം പറഞ്ഞുകൊണ്ടാണ് അഭിവാദ്യം ചെയ്യുക. വദ്ഖിൽനാ ദാറസ്സലാം, ദാറുസ്സലാമിൽ അഥവാ രക്ഷയുടെ വീട് അഥവാ സ്വർഗം, അവിടെ ഞങ്ങൾ നീ പ്രവേശിപ്പിക്കണമേ. തബാരക്ത, നീ ഖൈറും ബറക്കത്തും അധികമായവനാണ്. റബ്ബന, ഞങ്ങളുടെ നാഥ. വതആലൈത, നീ ഉന്നതനായിരിക്കുന്നു. യാദൽ ജലാലി വൽ ഇക്റാം, മഹത്വവും ബഹുമാനവും ഉള്ള അല്ലാഹുവേ, നീ ഉന്നതനായിരിക്കുന്നു. നീ ഖൈറും ബറക്കത്തും അധികമായവനായിരിക്കുന്നു. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത, അല്ലാഹുവേ നീ നൽകിയ ഒന്നിനെ തടയുന്നവനില്ല. വലാ മുഅ്തിയ ലിമാ മനഅ്ത, നീ തടഞ്ഞ കാര്യത്തെ കൊടുക്കുന്നവനുമില്ല. വലാ റാദ്ദ ലിമാ ഖളൈത, നീ വിധിച്ച കാര്യത്തെ തട്ടിക്കളയുന്നവനില്ല. വലാ മുബദ്ദില ലിമാ ഹകംത, നീ ഉറപ്പിച്ച കാര്യത്തെ മാറ്റം വരുത്തുന്നവനില്ല. വലാ യൻഫഉ ദൽ ജദ്ദ്, ഐശ്വര്യമുള്ളവനിക്ക് ഉപകരിക്കുന്നതല്ല. മിൻക, നിൻ്റെ അടുക്കൽ. അൽ ജദ്ദു, അവൻ്റെ ഐശ്വര്യം നിൻ്റെ അടുക്കൽ ഉപകരിക്കുകയില്ല. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, അല്ലാഹുമ്മ, അല്ലാഹുവേ, അഇന്നി, നീ എന്നെ സഹായിക്കണമേ. അലാ ദിക്രിക, നിനക്ക് ദിക്ർ ചൊല്ലാനും. വശുക്രിക, നിനക്ക് നന്ദി കാണിക്കാനും. വഹുസ്നി ഇബാദതിക, നിനക്ക് നല്ല ആരാധനകൾ ചെയ്യാനും. വതൗഫീഖി ത്വാഅതിക, നിനക്ക് വഴിപ്പെടാൻ ഭാഗ്യമുണ്ടാവാനും. വഈമാനിക, നിന്നെക്കൊണ്ട് വിശ്വസിക്കാനും. യാ അല്ലാഹ്, അല്ലാഹുവേ, ഇതിനെല്ലാം നീ എന്നെ സഹായിക്കണമേ. അടുത്തത് ആയത്തുൽ കുർസി ഓതുക. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയില്ലെങ്കിലും അതിൻ്റെ പ്രതിഫലം കിട്ടും, ഖുർആനിൽപ്പെട്ട ഒരു ഭാഗമായതുകൊണ്ട്. പിന്നെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ്,
അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തി പറയുന്നു. അൽഹംദുലില്ലാ, എല്ലാ സ്തുതികളും അള്ളാഹുവിനാണ്. അല്ലാഹു അക്ബർ, അള്ളാഹു വലിയവനാണ്. ഇത് 33 പ്രാവശ്യം ചൊല്ലുന്നു. ഇതിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ പ്രാവശ്യം ചൊല്ലി 100 പൂർത്തിയാക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ ഇലാഹില്ല. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവന് ഒരു കൂട്ടുകാരനുമില്ല. ലഹുൽ മുൽക്കു, അവനാണ് എല്ലാ അധികാരവും. വലഹുൽ ഹംദു, അവനാണ് എല്ലാ സ്തുതികളും. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ വസ്തുക്കളുടെ മേലും കഴിവുള്ളവനാണ്. സുബഹി നിസ്കാരത്തിൻ്റെയും മഗ്‌രിബ് നിസ്കാരത്തിൻ്റെയും ശേഷം സലാം വീട്ടിയ ഉടനെ ഈ ദിക്റുകൾ നമ്മൾ പ്രത്യേകം ചൊല്ലാറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 പ്രാവശ്യം. അല്ലാഹുമ്മ അജിർനി മിനന്നാർ 7 പ്രാവശ്യവും. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ ഒരിലാഹും ഇല്ല. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവൻ ഒരു കൂട്ടുകാരനുമില്ല. ലഹുൽ മുൽക്കു, അവനാണ് എല്ലാ അധികാരവും. വലഹുൽ ഹംദു, അവനാണ് എല്ലാ സ്തുതികളും. യുഹ്യീ, അവൻ ജീവിപ്പിക്കുന്നു. യുമീതു, അവൻ മരിപ്പിക്കുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ വസ്തുക്കളുടെ മേലും കഴിവുള്ളവനാണ്. ഇതാണ് 10 പ്രാവശ്യം ചൊല്ലേണ്ടത്. അടുത്തത് 7 പ്രാവശ്യം അല്ലാഹുമ്മ അജിർനി മിനന്നാർ. അല്ലാഹുവേ, അജിർനി, നീ എന്നെ രക്ഷിക്കണമേ. മിനന്നാർ, നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തണമേ എന്നാണ് അർത്ഥം. ഇതിന് ശേഷം നമ്മൾ 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നു. ഇതാണ് നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകളായിട്ട് പറയുന്നത്. ഇനി അടുത്തത് നമുക്കറിയാവുന്ന എന്തെങ്കിലും ഒരു ദുആ ചെയ്യുക എന്നുള്ളതാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത്.